എല്ലാരും കാണണം, കിട്ടില്ല. ഓ അത് ഇവനാണ് എടുത്തന്നെ. സ്വന്തമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ കാണുക. എനിക്ക് തോന്നിയില്ല, ഓക്കെ ആയിരുന്നു. എനിക്ക് മൂവി മൊത്തത്തിൽ നന്നായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. ലൂസിഫർ ആണോ? എമ്പുരാൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അല്ല, ലൂസിഫർ ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ സൂപ്പറായിരുന്നു. മ്യൂസിക് നല്ലായിരുന്നു, ദീപക് ദേവന്റെ മ്യൂസിക് ഭയങ്കര നല്ലതായിരുന്നു. സൂപ്പർ സൂപ്പർ നൈസായിരുന്നു. അത്ര നെഗറ്റീവ് പറയാൻ എനിക്ക് ഫീൽ ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് പോകുമ്പോഴത്തേക്കും അത്രയും എത്തില്ല, കുറച്ച് ഹൈപ്പ് കൂടിപ്പോയായിരുന്നു. അത്ര ഹൈപ്പിനനുസരിച്ച് എത്തിയില്ല. പക്ഷേ മൊത്തത്തിൽ ഓവറോൾ മൂവി ഗുഡാണ്. ഒരു തവണ കാണാൻ, ഒറ്റ തവണ വാച്ച് നല്ലതാണ്. എനിക്ക് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പൊളിറ്റിക്സ് ഇല്ല, എന്തിനായിട്ടാണ് കട്ട് ചെയ്തത്? കൊള്ളാം, നല്ല സിനിമ. ഇഷ്ടമായ സീനറിയാണ്, നല്ല രസമാണ്. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വളരെ കുറവാണ്. എന്തായാലും നല്ല മൂവിയാണ്. പെർഫോമൻസ് ഒക്കെ എല്ലാം നന്നായിട്ടുണ്ട്. ടോവിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യനെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം തോന്നി. അത് അവർ തിരിച്ചു വരും പോലെ തോന്നി കാണുമ്പോൾ, നല്ല രീതിയിലുള്ള. നന്നായിട്ടുണ്ട്. നമുക്ക് കുറേ വിഷ്വൽസ് നമുക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. മേക്കിംഗ് നല്ലതല്ല, നന്നായി നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ ചെയ്തേക്കുന്നത്. കിടിലം പൊളി സാധനം, എല്ലാരും പോയി കാണണം. പിന്നെ മോഹൻലാൽ കിടിലം, പൊളി, ഏത് മോഡ് പൊളി, പൊളി പടം, അത്രേ ഉള്ളു. കിടിലം, അടിപൊളി പടം. ഞാൻ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു. അതെ അതെ. എന്ന് വെച്ചാൽ അതായത് ഓവർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ക്യാമിയോ റോൾസ് ഒക്കെ പ്രതീക്ഷിച്ച് പോയത് കൊണ്ട് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഐ ഫെൽറ്റ് ഇന്നലെ. മീൻസ് മേക്കിംഗ് ലെവൽ പറയാനൊന്നുമില്ല. എന്താ പറയുക, ആക്ച്വലി എന്താ പറയുക, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മലയാളീസിന് എൻ്റെ ഒരു പേഴ്സണൽ മാത്രം ഒപ്പീനിയൻ മാത്രമാണ്. ആക്ച്വലി പുള്ളി ഒരു അങ്ങേയറ്റം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം മേക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ മീൻസ് അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതിൽ 101% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സൂപ്പർ പടം. ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ പൃഥ്വിരാജ്, നമ്മളെ തെലുങ്കിലെ രാജമൗലി, ശങ്കർ, നമുക്ക് മലയാളിക്ക് അഭിമാനിക്കാം. എന്നുവെച്ചാൽ അവരോട് താരതമ്യേന അവരോട് ഒപ്പമായെന്നല്ല, എന്നാലും മലയാളികൾക്ക് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടൊരു പടം. പിന്നെ ടോവിനോ ഇത്തിരി സൈഡായി പോയി. ലാലേട്ടനും മഞ്ജു വാര്യനും സൂപ്പറായിട്ടുണ്ട്. നെടുമ്പള്ളിയായിട്ട് ഒരു സീനുണ്ട് തിയേറ്റർ, നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആയി. ലാലേട്ടൻ 2 സിനിമയിൽ ആപ്പടെ 2 ഫൈറ്റേ ഉള്ളൂ. ഒന്ന് അവർ രണ്ടുപേരായിട്ടുള്ളൊരു ഫൈറ്റ്, ഒന്ന് മോഹൻലാലിൻ്റെ ഫൈറ്റ്. നന്നായിട്ടുണ്ട്. ആ ജംഗിളിൽ വെച്ചുള്ള സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. നല്ലായിരുന്നു ചോദിച്ചാൽ മൊത്തത്തിൽ നല്ലതായിരുന്നു, നല്ല മാസാണ്, നന്നായിരുന്നു. റേറ്റിംഗോ? മേക്കിംഗ് നല്ലതാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, ലൈക്ക് എ ബ്രദർ റിലേഷൻഷിപ്പ് അങ്ങനെ. അടിപൊളി സിനിമ, അടിപൊളി, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കൊള്ളാം. 7.5. പെർഫോമൻസ് വൈസ് ഇപ്പം സ്റ്റോറി കുഴപ്പമില്ല, സ്റ്റോറി മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കി ടേക്കിങ്ങും മേക്കിങ്ങും ഒക്കെ നന്നായിട്ടുണ്ട്. വേറെ മ്യൂസിക് ഓൺ സ്പോട്ടാണ്. പെർഫോമൻസ് കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ലൂസിഫറാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ലൂസിഫറാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. പൊളിയാണ്. നല്ലതാണ്. ഡയറക്ഷൻ നല്ലതാണ്, ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു, പൊളിയാണ്.
കമ്പാരിസൺ ഒന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് മൂവി ഓവറോൾ. ഇതിലൊരു പൊളിറ്റിക്സ് പറയുന്നതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അതിനകത്തൊരു ക്ലിയർ മെസ്സേജ് കാണുമല്ലോ, നമുക്ക് അങ്ങനെ തോന്നും. എവറിബഡി വിൽ ഫീൽ സോ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒരുപാട് ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. See, it is a good movie, there is no doubt about it. But personally what I felt was like ആദ്യത്തെ ഒരു ഹാഫിൽ കുറച്ച് നമുക്ക് നമ്മൾ ഫുള്ളായിട്ട് നമുക്കൊരു കോൺസെൻട്രേഷൻ ചിലപ്പം കിട്ടില്ല. ഇറ്റ്സ് നോട്ട് കോൺസെൻട്രേഷൻ, ദ വേർഡ് ഇസ് നോട്ട് കോൺസെൻട്രേഷൻ. അത് കുറച്ച് ഡിസിൻട്രസ്റ്റഡ് ആവും നമ്മൾ. ഓക്കെ, ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് അറിയില്ല. യാ, ഹി ഈസ് ഗുഡ്. പെർഫോമൻസ് ഒക്കെ എല്ലാവരും നമുക്ക് എനിക്ക് വലിയ ആക്ടിങ്ങിനെ കുറിച്ചൊന്നുമില്ല, ബട്ട് ഇറ്റ് വാസ് ഓൾ ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എമ്പുരാനായിരുന്നു നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഈ ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നല്ല പടമായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമായിട്ട് തന്നെ തോന്നിയത്. കാരണം ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ എൻഗേജ് ചെയ്തു. നല്ല മേക്കിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. മലയാളത്തിലെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സലന്റ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. കൊള്ളാം, നല്ലതാണ്. കുഴപ്പമില്ല, സൂപ്പറാ, കുഴപ്പമില്ല, കൊള്ളാം. കണ്ടോ? എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു? മഞ്ജു വാര്യറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ലാലേട്ടനോ? ആരും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? എമ്പുരാൻ നല്ലായിരുന്നു. ഏറ്റവും മികച്ച പടമാണ്. ഒരു ചരിത്രം തിരുത്തി എഴുതും. ആന്റണി പെരുമ്പാവൂരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. കിട്ടില്ല, നല്ല കയ്യടിയുണ്ട്, വലിയ ആവേശം തന്നെ ഉണ്ട്. മലയാള സിനിമയിൽ തന്നെ ആന്റണി പെരുമ്പാവൂർ ഒരു സംഭവമായി മാറാൻ പോകണം ഈ സിനിമയോടുകൂടി. ഇനി തീർച്ചയായിട്ടും കിട്ടും. മലയാള സിനിമ വെച്ചാൽ മോഹൻലാലല്ലേ, പിന്നെ അതിന് അത് പുള്ളിക്ക് ഒരു റോളുണ്ടല്ലോ, അതല്ലേ പുള്ളി അഭിനയിക്കും. അത് പറയാൻ കഴിയില്ല. ഓ, അത് കണ്ടു, പക്ഷെ എന്നാലും അതൊക്കെ ഒരു ഇതല്ലേ. കുഴപ്പമില്ലായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ഓക്കെ ആയിരുന്നു. നെഗറ്റീവ് ചിലവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര ചിലപ്പോൾ വന്ന് കാണത്തില്ല. അതുകൊണ്ടൊരു ഇതാണ്. കണ്ടിരിക്കാൻ കൊള്ളാം, ഓക്കെയാണ്. ചെറിയൊരു ഇതുപോലെ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം, ഓക്കെയാണ്. മേക്കിംഗ് നന്നായിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. ഡയറക്ഷനൊക്കെ ഓക്കെ ആയിരുന്നു. അതെ, അങ്ങനെയൊക്കെ ഓക്കെ ആയിരുന്നു. ആ ഒരു ലെവലിൽ ഓക്കെ ആയിരുന്നു. എല്ലാവരും ഓക്കെ ആയിരുന്നു. കുറേ കണക്ഷൻ കിട്ടി. അതായത് ലൂസിഫറിലില്ലാത്ത കുറേ എങ്ങനെയാണ് ക്യാരക്ടേഴ്സൊക്കെ കണക്ട് ആക്കുന്നത് അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ക്യാരക്ടർ വൈസ് എല്ലാവരും ഓക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ബാക്കി പറഞ്ഞിനി ആ ഒരു ഇത് കളയുന്നില്ല. വെയിറ്റിംഗ് ആണ്.